Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Okay, Avani, good afternoon. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങളൊക്കെ? ഓക്കെ ആണോ? നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയറിനെ പറ്റിയോ? ഓക്കെ ആവുന്ന ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയറിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം അല്ലെ, അതിന്റെ മോഡൽ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എപ്പോഴും പല കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുത്തതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ മോഡൽ നമ്മൾ കണ്ടു, എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് തുടങ്ങി വെച്ചത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. ഓക്കെ, JD എന്നാണ് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാം. അവിടെ തൊട്ടാണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എംപ്ലോയീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അതായത് ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സംബന്ധിക്കുന്ന ഒരു ഓക്കെ ശരണ്യ ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എന്താണ് എംപ്ലോയീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു എംപ്ലോയിയുടെ അവര് ചെയ്യാനുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ JD അഥവാ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിലായി എംപ്ലോയി ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് JD ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് is an attachment of the offer of appointment എന്നാണ് കേട്ടോ. അതെന്ന് വെക്കാം, അതർ വെട്ടിയിട്ട് ഓഫർ എന്നാക്കാം കേട്ടോ. ഓക്കെ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കൂടെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഇനി നോക്കാം. ഇറ്റ് ഈസ് റിവോക്കബിൾ എനി ടൈം ബേസ്ഡ് ഓൺ ദ റിവ്യൂ ഓർ റിവിഷൻ ആസ് ഡീംഡ് നെസസറി. അതായത് ആവശ്യം എന്ന് കരുതുന്ന അവലോകനത്തിന്റെയും റിവിഷന്റെയും അടിസ്ഥാനത്തിൽ എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കാവുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അതായത് ഡ്യൂട്ടി നമുക്കറിയാം, ഇപ്പൊ അവരെ നമ്മൾ നിയോഗിക്കുന്ന ഒരു ജോബ് ഡെസിഗ്നേഷൻ ഉണ്ടാവും. പ്രത്യേക പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ ആ ഒരു എംപ്ലോയിനെ ഡെസിഗ്നേറ്റ് ചെയ്തത്. ആ ഒരു പോസ്റ്റ് സംബന്ധമായിട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഈ ഒരു വ്യക്തി പുതിയൊരു പോസ്റ്റിലേക്ക് എങ്ങാനും പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെ, പ്രൊമോഷൻ എങ്ങാനും കിട്ടി പുതിയൊരു പോസ്റ്റിലേക്ക് അദ്ദേഹം കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിലൊക്കെ മാറ്റങ്ങൾ വരാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യം എന്ന് കരുതുന്ന റിവ്യൂ അല്ലെ, റിവ്യൂ ചെയ്തും ചിലപ്പോൾ റിവിഷൻ ചെയ്യേണ്ടതായിട്ട് ചില ഡ്യൂട്ടീസോ റെസ്പോൺസിബിലിറ്റീസോ ഒക്കെ ചിലപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ ചില റിവിഷൻ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കാവുന്നതാണ്, ഇതിനകത്ത് മാറ്റങ്ങൾ വരാവുന്നതാണ്. കേട്ടോ. അടുത്തത് എന്താണ്? The job description is a base document regarding the duties and responsibilities entrusted to an employee. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. The job description എന്താണ്? Is a base document regarding
duties and responsibilities entrusted to an employee. നമ്മളൊരു എംപ്ലോയിയിലേക്ക് അല്ലെ എംപ്ലോയിയിലേക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുന്ന ബേസ് ഡോക്യുമെന്റിനെ നമുക്ക് എന്ത് പറയാം? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇനി നോക്കാം. The job description highlights only the main activities and the staff is obligated to do all the minute grassroots levels of the job description. അതായത് ഈ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അടുത്ത് പ്രത്യേകമായിട്ട് അതായത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് എല്ലാ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റിയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചിലപ്പോൾ അതിൽ അങ്ങനെ മെൻഷൻ ചെയ്യണമെന്നില്ല. അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹൈലൈറ്റ്സ് മാത്രം, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ അതിനെതിരെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു എംപ്ലോയിയുടെ ഉത്തരവാദിത്തം, സ്റ്റാഫിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽസ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ തൊട്ട് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരെ ചെയ്യാനായിട്ട്, കടമകൾ ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റാഫ് റെസ്പോൺസിബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫീൽഡിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മാത്രമാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റാഫ് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് വെച്ചാൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ബേസിക് ലെവൽസ് തൊട്ട് അദ്ദേഹത്തിന്റെ കടമകൾ ചെയ്യാനായിട്ട് അവര് ബാധ്യസ്ഥനാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? Furnished below is the specific job description of a professional in a human resource department. കേട്ടോ. ഓക്കെ, അപ്പോ ഒരു നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് furnished below is the specific job description of a professional in a human resource department. കേട്ടോ. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആവാം. മേ ബി എ ജനറൽ മാനേജർ ഓഫ് HR, GMHR എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ മാനേജർ ഓഫ് HR ആവാം. അല്ലെങ്കിൽ AGMHR, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അഥവാ സീനിയർ HR മാനേജർ, ഡെപ്യൂട്ടി HR മാനേജർ, അസിസ്റ്റന്റ് HR മാനേജർ. ഇതിനൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലോവർ ലെവൽ ലൈക്ക് HR executives, HR officers also remains the same subject to deleting supervisory and managerial duties while focusing on individual performance. അതായത് നമ്മളിപ്പോ ഒരു HR ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫഷണൽസ് നമ്മൾ പറഞ്ഞല്ലോ, ജനറൽ മാനേജർ ഓഫ് HR ആവാം, അസിസ്റ്റന്റ് GM ഓഫ് HR ആവാം, സീനിയർ HR മാനേജർ ആവാം, ഡെപ്യൂട്ടി HR മാനേജർ, അസിസ്റ്റന്റ് HR മാനേജർ. അവരുടെ അതേ ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ലോവർ ലെവലിലുള്ള പ്രൊഫഷണൽസ്, ലോവർ ലെവൽ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കാം. HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സ് എന്ന് പറഞ്ഞവര് ലോവർ ലെവൽ സ്റ്റാഫുകളാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും. പക്ഷെ എന്താണ്, HR എക്സിക്യൂട്ടീവും HR ഓഫീസർ എന്ന് പറയുന്നവര് എന്താണ്, അവർക്ക് സൂപ്പർവൈസറി മാനേജറിയൽ ഡ്യൂട്ടീസ് ഒന്നും അവർക്ക് വരില്ല. അതൊക്കെ വരുന്നത് പ്രൊഫഷണൽസിനാണ് അല്ലെ. അപ്പൊ മാനേജറിയൽ അതുപോലെ സൂപ്പർവൈസറി ഡ്യൂട്ടീസുകളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടുള്ള, എന്നാൽ അതേ സെയിം കണ്ടന്റ് തന്നെയായിരിക്കും ആർക്കും വരിക, HR എക്സിക്യൂട്ടീവിനും HR ഓഫീസേഴ്സിനും ജോബ് ഡിസ്ക്രിപ്ഷൻ അതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അതായത് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റില് ഹൈ ലെവൽ പ്രൊഫഷണൽസ് ഉണ്ട്, ലോവർ ലെവൽ സ്റ്റാഫുകൾ ഉണ്ട്. ഇപ്പോ GMHR, AGMHR എന്നൊക്കെ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, അപ്പൊ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും അതേസമയം HR ഡിപ്പാർട്ട്മെന്റിന്റെ ലോവർ ലെവൽ സ്റ്റാഫുകളുണ്ട്, HR എക്സിക്യൂട്ടീവ്സ്, HR ഓഫീസേഴ്സ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ സെയിം ആയിരിക്കും. അതൊരു വ്യത്യാസമുള്ളൂ. HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സ് ആകുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷന് മാനേജറിയൽ സൂപ്പർവൈസറി ഡ്യൂട്ടീസ് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള റോള് കൈകാര്യം ചെയ്ത് വരുന്നില്ല. സൂപ്പർവൈസറി മാനേജറിയൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തത് പ്രൊഫഷണൽസ് ആണ്. അതൊഴികെ ബാക്കി എല്ലാ കണ്ടന്റും അതിനകത്ത് സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ HR എക്സിക്യൂട്ടീവ് അഥവാ HR ഓഫീസേഴ്സിന്റെ അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്
നമ്മൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഓർത്ത് വെക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ഇറ്റ് ഈസ് എൻ അറ്റാച്ച്മെന്റ് ഓഫ് എൻ ഓഫർ ഓഫ് എൻ അപ്പോയിന്റ്മെന്റ് or appointment order. അതല്ലെങ്കിൽ it is a base document that regarding the duties and responsibilities entrusted to an employee. ഇത്രയുമാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്തതാണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. നമ്മൾ എപ്പോഴും ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് നിബന്ധനകള് എന്താണ് കാർത്തിക പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയുന്നു. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ദ ജോബ് ഡിസ്ക്രിപ്ഷൻ പോയിന്റ് അല്ല, അതായത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫഷണൽസ് ഉണ്ട്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഹൈ ലെവൽ സ്റ്റാഫുകളുണ്ട്. അതായത് ജനറൽ മാനേജർ, HR, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഓഫ് HR, സീനിയർ HR മാനേജർ, ഡെപ്യൂട്ടി HR മാനേജർ, അസിസ്റ്റന്റ് HR മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഹൈ ലെവൽ സ്റ്റാഫുകളാണ്. ഓക്കെ, അപ്പൊ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും ഇനി അതുപോലെ ലോവർ എക്സിക്യൂട്ടീവ്, ലോവർ സ്റ്റാഫുകളുണ്ട്, HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സ്, അവരുടെ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ സെയിം ആയിരിക്കും. രണ്ടു കൂട്ടരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ സെയിം ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്താണെന്നറിയോ? HR എക്സിക്യൂട്ടീവ്, HR ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സൂപ്പർവൈസറി മാനേജറിയൽ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കില്ല, അല്ലെ? അത് ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയിരിക്കും. അതൊഴികെ ബാക്കി എല്ലാ കണ്ടന്റും സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓഫറിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു വ്യക്തിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവർക്കായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് an employee's duties and responsibilities. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ചെയ്യേണ്ടത് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില നിബന്ധനകള്, വ്യവസ്ഥകള്. എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്? നോക്കുക. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ rules and regulations, terms and conditions of employment common to all categories. Underline ചെയ്യാട്ടോ. General terms and conditions എന്ന് പറഞ്ഞാൽ എന്താണ്? It is nothing but it is the rules and regulations. Terms and conditions of employment common to all categories. അതായത് എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്കുമായിട്ടുള്ള ആ ഒരു കോമൺ ആയിരിക്കും, അല്ലെ? എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്കുമായിട്ടുള്ള rules and regulations, terms and conditions. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ HR മാനേജർ or administrator is at the liberty to add or amend the rules or regulations and fit with the prior approval of the management. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസുകളൊക്കെ ആഡ് ചെയ്യാനും അതുപോലെ അതില് എന്തെങ്കിലും അമെന്റ്മെന്റ്സ്, ഭേദഗതികൾ വരുത്താൻ നമുക്കുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ആർക്കാണ് അതിനുള്ള ലിബർട്ടി ഉള്ളത്, ആർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്? അതായത് നമ്മള് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ എംപ്ലോയീസ്, എല്ലാ കാറ്റഗറിയിലും പെടുന്ന എംപ്ലോയീസ് പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് പുതിയത് ആഡ് ചെയ്യാനും അതുപോലെ അതിൽ ചില പരിഷ്കാരങ്ങൾ, എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്താനുള്ള ആ ഒരു ലിബർട്ടി, ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു റൈറ്റ് ഉള്ളത് ആർക്കാണ്? അത് HR മാനേജറിനും HR അഡ്മിനിസ്ട്രേറ്ററിനും അതിനുള്ള റൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്ന റൂൾസ് ഓഫ് റെഗുലേഷൻ ആസ് സ്റ്റേറ്റ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് ദ മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിന്റെ അപ്രൂവലിന് മുൻപായിട്ട് തന്നെ അവർക്കത് ചെയ്യാം. അതിനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? HR മാനേജർക്ക്, HR അഡ്മിനിസ്ട്രേറ്ററിനാണ്. കാരണം മാനേജ്മെന്റിന്റെ അപ്രൂവലിന് മുമ്പായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അപ്രൂവലിന് മുൻപേ തന്നെ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുതിയത് ആഡ് ചെയ്യാനും ഉള്ളതിനെ തന്നെ ചിലത് പരിഷ്കരിക്കാനും ഭേദഗതി ചെയ്യാനൊക്കെ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു റൈറ്റ് ആർക്കാണുള്ളത്? HR മാനേജർ, HR അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അതിനുശേഷം മാത്രം മാനേജ്മെന്റിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്രയും അധികാരം മാർക്കുണ്ട് HR മാനേജർക്ക്, HR അഡ്മിനിസ്ട്രേറ്റർക്ക്
ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ പറഞ്ഞ പൊതുവെയുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് എല്ലാ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ടും നമ്മൾ കൊടുക്കുന്ന ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. നേരത്തെ അപ്പോയിന്റ്മെന്റ് ഓഫർ കണ്ടു. അപ്പോയിന്റ്മെന്റ് ഓഫറിൽ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ട്, അതിനകത്തും അതേ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഇതൊന്ന് വായിക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. കുറെ ക്ലോസുകളൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, അതേ സെയിം ക്ലോസുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നോക്കാം. അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞതാണ് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എന്താവുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്, ഇഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തത്, the aspirant has to submit a joining order accepting the terms and conditions of employment on the date of joining. അതുപോലെ തന്നെ ആ ഒരു ജോയിനിങ് ഡേറ്റില് അല്ലെ, ജോയിനിങ് ഡേറ്റില് എന്ത് സബ്മിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു, ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യണം. എന്നാണോ അവര് ജോയിൻ ചെയ്യുന്നത് ആ ജോയിനിങ് ഡേറ്റില് തന്നെ ആ ഒരു ആസ്പിരന്റ്, ആ ഒരു കാൻഡിഡേറ്റ് എന്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം, ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യണം. ജോയിനിങ് ഓർഡറിനകത്ത് എന്താണ് നമ്മൾ ഈ പറയുന്ന എല്ലാ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ജോയിനിങ് ഓർഡർ അതേ ദിവസം ജോയിനിങ് ടൈമില് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്, ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻഡിവിജ്വൽ. നിങ്ങളെ അറിയിച്ച പ്രകാരം അല്ലെ, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ എന്താണ്, പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ് ആൻഡ് 12 കാഷ്വൽ ലീവ്സ് പെർ ഇയർ ആൻഡ് 4 വീക്ക്ലി ഓഫ് പെർ മന്ത്. അതായത് ഇവര് പറയുന്നത് 13 പെയ്ഡ് ഹോളിഡേസ് അവിടെ ഉണ്ടായിരിക്കും. 13 പബ്ലിക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഹോളിഡേ ആയിട്ടാണ്. 13 പെയ്ഡ് ഹോളിഡേസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത് ഓരോരുത്തരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതായത് 13 പെയ്ഡ് ഹോളിഡേസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ 12 കാഷ്വൽ ലീവ്സ് പെർ ഇയർ. പ്രതിവർഷം 12 കാഷ്വൽ ലീവ് ആണ്. വർഷത്തിൽ 12 കാഷ്വൽ ലീവ് എടുക്കാം. അതുപോലെ തന്നെ 4 വീക്കിലി ഓഫ് പെർ മന്ത്. അതായത് ഒരു മാസത്തിലേക്ക് 4 ഓഫ് എടുക്കാം. ഓക്കെ, 4 വീക്കിലി ഓഫുകൾ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെന്താണ്, സിക്ക് ലീവ് സബ്ജക്ട് ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, സിക്ക് ലീവ് എടുക്കാവുന്നതാണ്. പിന്നെയോ, എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് ഡീംഡ് നെസസറി വിൽ ബി അസൈൻഡ് ഫ്രം ദ ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ്. അതുപോലെ ആവശ്യമെന്ന് കരുതുന്ന അധിക ചുമതലകള് കാലാകാലങ്ങളില് മാനേജ്മെന്റ് വഴിയായിട്ട് നിങ്ങളിലോട്ട് ചുമതലപ്പെടുത്തുന്നതാണ്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതെല്ലാം കൃത്യമായിട്ട് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ, ബാക്കി ക്ലോസുകളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ സെയിം ക്ലോസുകളാണ് കേട്ടോ. ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് യു ഷാൾ ഡിവോട്ട് യുവർ ഫുൾ ടൈം അറ്റൻഷൻ ടു ദ ഓർഗനൈസേഷൻ ഓർ എൻഗേജ് ഓർ ഷാൾ നോട്ട് എന്ന് വേണം കേട്ടോ. ഷാൾ നോട്ട് എന്നാണ്, or shall not engage directly or indirectly in any other profession or occupation outside the organization. Same clause ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അത് തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആ ഒരു കാലയളവില് ഫുൾ ടൈം അറ്റൻഷൻ, ഒരു ഫുൾ ടൈം ഡിവോഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. അതുപോലെ ഓർഗനൈസേഷൻ പുറത്ത് ഈ പറയുന്ന ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മറ്റുള്ള ജോലികളിൽ ഏർപ്പെടാനായിട്ട് കാണുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ. പിന്നെന്താണ്, ഇഫ് ഡീംഡ് നെസസറി യു വിൽ ബി ലയബിൾ ടു ബി ട്രാൻസ്ഫർ ടു എനി അതർ ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ച് ഓഫീസർ സിസ്റ്റർ കൺസേൺസ് ഓഫ് ദ ഓർഗനൈസേഷൻ എനിവർ ഇൻ ഇന്ത്യ. ഓക്കെ, ആവശ്യമെന്ന് കരുതുന്ന സമയത്ത് ഇന്ത്യയിൽ എവിടെയും നിലവിലുള്ള ഓർഗനൈസേഷന്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോട്ടോ ബ്രാഞ്ച് ഓഫീസിലോട്ടോ സഹോദര സ്ഥാപനത്തിലോട്ടോ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, you will have to abide by existing rules and regulations of the organization and future amendments. അതായത് ഓർഗനൈസേഷന്റെ നിലവിലുള്ളതും വരാൻ പോകുന്നതുമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. പിന്നെന്താണ്,
You will have to serve a notice period of 30 days if you wish to discontinue your services without any leave during the notice period. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സർവീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാസത്തിന് മുമ്പ് തന്നെ 30 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. ആർക്ക് നോട്ടീസ് കൊടുക്കണം? എംപ്ലോയർക്ക് നോട്ടീസ് കൊടുക്കണം. മാനേജ്മെന്റിന് ഒരു മാസം മുമ്പ് അല്ലെ, 30 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ നോട്ടീസ് ഇടണം. അതായത് ഞാൻ ഇനി ഇന്ന ദിവസം ഇന്ന സമയത്തോട്ട് ഞാൻ ഇനി ജോലി ഉണ്ടാവില്ല, ഞാനിത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഓടിപ്പോയി നോട്ടീസ് കൊടുക്കല്ലേ വേണ്ടത്. അവർ പറഞ്ഞ 30 days ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സർവീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ 30 days മുമ്പ് തന്നെ നിങ്ങളത് ആരെ അറിയിക്കണം? എംപ്ലോയറിനെ നോട്ടീസ് ചെയ്യിക്കണം അല്ലെ, നോട്ടീസ് കൊടുത്തിരിക്കണം. അത് മാത്രമല്ല ആ ഒരു നോട്ടീസ് പീരീഡില് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ലീവ് എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, കാഷ്വൽ ലീവ്സോ ഒന്നും തന്നെ ആ ഒരു നോട്ടീസ് പീരീഡില് എടുക്കാനായിട്ട് പാടില്ല. പിന്നെയോ റെസിഗ്നേഷൻ റൂട്ടഡ് ത്രൂ ബ്രോക്കർ ചാനൽസ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ നോട്ടീസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഹാൻഡ് ഓവർ നോട്ടീസ്. നമ്മൾ കഴിഞ്ഞ അവിടുത്തെ ക്ലോസിൽ പറഞ്ഞ സെയിം കാര്യമാണ് കേട്ടോ. അതായത് ഒരു രാജിക്കത്ത് കൊടുക്കുമ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ അത് ബ്രോക്കർ ചാനലിലൂടെ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം നോട്ടീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ഹാൻഡ് ഓവർ നോട്ടും ഉണ്ടായിരിക്കണം. നോട്ടീസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ്? ഈ ഒരു വ്യക്തി പ്രത്യേകിച്ച് വ്യൂസ് ഒന്നും വരുത്തിയിട്ടില്ല അല്ലെ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം. അതുപോലെ ഹാൻഡ് ഓവർ നോട്ട് കൊടുക്കണം കേട്ടോ. അതായത് അവരുടെ ഒഫീഷ്യൽ ബിലോങ്ങിങ്സ്, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റ് നിയോഗിക്കുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിട്ടുള്ള ഹാൻഡ് ഓവർ നോട്ടും അതിനോടൊപ്പം അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് the probation will be for a period of 3 months from the date of join. അത് ഒരു കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില കമ്പനിയിൽ 6 മാസമാകാം, ചിലത് 1 വർഷം വരെ ഉള്ളതുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 മാസം കാലയളവിലേക്ക് നിങ്ങൾ പ്രൊബേഷണറി പീരീഡിലായിരിക്കും. On completion of probation period, your services shall be made permanent subject to HR appraisal. അതിനുശേഷം പ്രൊബേഷണറി പീരീഡ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സേവനങ്ങള് HR അപ്രൈസൽ അനുസരിച്ച്, ഓക്കെ, HR അപ്രൈസൽ എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പെർഫോമൻസ് ആണ് കേട്ടോ. അവരുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ സർവീസസ് അവിടെ പെർമനന്റ് ആക്കുന്നതാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. അടുത്തതോ the company can discontinue your services by giving 1 month notice or 1 month salary in lieu of notice. In lieu എന്ന് പറഞ്ഞാൽ പകരമായിട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് കമ്പനിക്ക് നിങ്ങളുടെ സേവനങ്ങൾ ഒന്നില്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസിനോ അല്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസിന് പകരമായിട്ട് 1 മാസത്തെ സാലറി കൊടുത്തുകൊണ്ടോ കമ്പനിക്ക് നിങ്ങളുടെ സേവനങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, നിർത്തിവെക്കാവുന്നതാണ്. ഓക്കെ, അതെപ്പോഴാണ്? if your services are found not satisfied to your substandard, നിങ്ങളുടെ സർവീസസ് നിങ്ങളുടെ സേവനങ്ങൾ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരം കുറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഒരു സംതൃപ്തമല്ലാത്ത അതായത് ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലാത്ത സാഹചര്യത്തില് ഒന്നുകിൽ 1 മാസത്തെ നോട്ടീസിലോ അല്ലെങ്കിൽ ഒരു നോട്ടീസിന് പകരമായിട്ട് 1 മാസത്തെ സാലറി കൊടുത്തുകൊണ്ടോ നിങ്ങളുടെ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെയോ all official information passed on to you for the successful execution of duties shall be kept strictly confidential and shall not disclose the same orally or written to any individual concerned, which will be treated as a breach of employment, and your services will be terminated with the immediate effect without any compensation or notice period. അതുപോലെ തന്നെ എന്താണ്? എല്ലാ ഒഫീഷ്യൽ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഡ്യൂട്ടീസിന്റെ ആ ഒരു എക്സിക്യൂഷനുമായിട്ട് നല്ല രീതിയിൽ ആ ഡ്യൂട്ടീസ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നിങ്ങളിലേക്ക് കൈമാറിയിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ഇൻഫർമേഷൻസും ഇതായിരിക്കണം, സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, വളരെയധികം രഹസ്യാത്മകമായിട്ട് കണക്കാക്കണം. അത് മാത്രമല്ല ഒരു കാരണവശാലും മറ്റാളുകളോട് അത് വാക്കാലോ രേഖാമൂലമോ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അത് എന്തായിട്ട് എന്തായിട്ട് കണക്കാക്കുക? ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ, നിങ്ങളുടെ തൊഴിലിന്റെ ഒരു ലംഘനമായിട്ട് അതിനെ കണക്കാക്കുകയും ഇമ്മീഡിയറ്റ് എഫക്ട് പ്രത്യേകിച്ച് നഷ്ടപരിഹാരമോ
നോട്ടീസോ നൽകാതെ തന്നെ നിങ്ങളുടെ സേവനങ്ങള് ഇമ്മീഡിയറ്റ് ഇഫക്റ്റോട് കൂടിയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. ഉടനടി തന്നെ നിങ്ങളുടെ സേവനങ്ങള് ടെർമിനേറ്റ് ചെയ്യും, അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? All disputes that may arise during the tenure will be subject to Trichure jurisdiction. That means jurisdiction of the hospital is situated. തൃശ്ശൂർ കൊടുത്തു എന്ന് മാത്രമാണ് കേട്ടോ. ആ ഹോസ്പിറ്റൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ജുറിസ്ഡിക്ഷൻ പരിധിയിലായിരിക്കും അവിടെ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടത് എന്താണ്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില നിബന്ധനകളും വ്യവസ്ഥകളും നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ഓരോ കമ്പനിയുടെ നേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പൊതുവെ കാണുന്ന ജനറൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ പരിചയം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിക്കൂ കേട്ടോ, ജസ്റ്റ് വായിക്കൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് കിടക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജോയിനിങ് ഓർഡർ ആണ് കേട്ടോ. എന്താണ് ജോയിനിങ് ഓർഡർ? ജോയിനിങ് ഓർഡറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത് ജോയിനിങ് ഡേറ്റിലാണ്. ആരാണ് ഇത് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത്? കാൻഡിഡേറ്റ് ആണ് അല്ലെ, ആസ്പിരന്റ് അല്ലെ, തൊഴിലന്വേഷകൻ. കാൻഡിഡേറ്റ് ആണ് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എപ്പോഴാ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്? നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഓഫർ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആര് സബ്മിറ്റ് ചെയ്യണം? കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ആസ്പിരന്റ് ഹു ഹാസ്, അതായത് ഈ പറയുന്ന നിയമന ഓഫർ കേട്ടോ, അതായത് നിയമനം ലഭിച്ച കാൻഡിഡേറ്റ് ആ നിയമനം സ്വീകരിച്ചതായിട്ട് രേഖാമൂലം സ്ഥിരീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നിയമനം ലഭിച്ചിട്ടുള്ള കാൻഡിഡേറ്റിന്, അതായത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് ലഭിച്ചിട്ടുള്ള കാൻഡിഡേറ്റിന് ആ ഒരു ഓഫർ സ്വീകരിച്ചതായിട്ട് രേഖാമൂലം സ്ഥിരീകരിക്കുന്ന, കൺഫേം ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റിന് നമുക്ക് എന്ത് പറയാം? ജോയിനിങ് ഓർഡർ എന്ന് പറയാം. അത് എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ജോയിനിങ് ടൈമിലാണ് കേട്ടോ. Okay, an aspirant who has received the offer of appointment should confirm in writing that he has accepted the offer of appointment. ആ ഒരു ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റില് ധാരാളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 19 ക്ലോസുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ച് രേഖാമൂലം ഒരു ആസ്പിരന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെ നമ്മൾക്ക് ജോയിനിങ് ഓർഡർ എന്ന് പറയാം. ഇനി അടുത്ത ശ്രദ്ധിക്കാം. He or she can reject or ask for a modification in the offer of appointment on the terms and conditions not accepted by them. ഇപ്പൊ നമ്മള് ഈ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അതിൽ ധാരാളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു വ്യക്തിക്ക്, കാൻഡിഡേറ്റിന് ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറില് സ്വീകരിക്കാൻ പറ്റാത്ത ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ചിലപ്പോ അവർക്ക് അതുമായിട്ട് യോജിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് അത് റിജക്ട് ചെയ്യാം അല്ലെ, ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം? അത് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം. ഇപ്പൊ നമ്മള് ഒരു ഓഫർ ലഭിക്കുന്ന സമയത്ത് ഉടനടി ജോയിനിങ് ഓർഡർ കൊടുക്കല്ല, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിശദമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിന് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ ഏതെങ്കിലും നമുക്ക് ആക്സെപ്റ്റബിൾ ആവാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ റിജക്ട് ചെയ്യാം, വേണ്ടാന്നിരിക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്വീകാര്യമല്ലാത്ത ആ ഒരു കണ്ടീഷൻ ഏതാണെന്ന് അതിന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാം? ചോദിക്കാം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. He or she can reject or ask for a modification in the offer of appointment on the terms and conditions not acceptable by them. In that context, അങ്ങനെ ഒരു സാഹചര്യത്തില് company has the liberty to accept or reject their suggestions based on the necessity of the candidate. അപ്പൊ അങ്ങനെ
ഒരു കാൻഡിഡേറ്റ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന സന്ദർഭം വരുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിക്കും അതിനുള്ള ലിബർട്ടി ഇല്ല. കമ്പനിക്കും വേണമെങ്കിൽ ഒന്നെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സജഷൻസ് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. അവര് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യപ്പെടുകയാണ് കമ്പനിയോട്. അപ്പൊ കമ്പനിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. കമ്പനിക്ക് വേണമെങ്കിൽ അവരുടെ സജഷൻസ് റിസീവ് ചെയ്യാം, ദാറ്റ് മീൻസ് അവർ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. അത് എന്തിനനുസരിച്ചിട്ടാണ്? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നെസസിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റിന്റെ നെസസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ആ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ എത്രത്തോളം എന്താണ് വാല്യൂബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ് മാനേജ്മെന്റ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, in a hospital environment, if the aspirant is not ready to do night duty for whatever reason, company can summarily reject or accept if the aspirant is that much important or an exclusive aspirant deemed necessary for the running of the hospital. അതായത് ഒരു കാൻഡിഡേറ്റ്, ആ ഒരു കാൻഡിഡേറ്റ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർ വില്ലിങ് അല്ലാതെ ഇരിക്കട്ടെ. ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് എപ്പോ വേണമെങ്കിൽ ഏത് സമയത്ത് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർ റെസ്പോൺസിബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന കാൻഡിഡേറ്റിന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർ വില്ലിങ് അല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാം? മാനേജ്മെന്റിനോട് അതിലൊരു മോഡിഫിക്കേഷൻ നടത്താനായിട്ട് ആവശ്യപ്പെടാം. അത് നൈറ്റ് പറ്റില്ല, ഡേ ടൈമേ പറ്റുള്ളൂ, ആ രീതിയിൽ അതൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് മാനേജ്മെന്റിനോട് വേണമെങ്കിൽ അല്ലെങ്കിൽ കമ്പനി മാനേജ്മെന്റിനോട് കാൻഡിഡേറ്റിന് ആവശ്യപ്പെടാം. കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനിക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യാം. അതെന്തിനനുസരിച്ചിട്ടാണ്? ആ ഒരു ആസ്പിരന്റ്, ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു ഹോസ്പിറ്റലിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിൽ ഹോസ്പിറ്റലിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് മാനേജ്മെന്റ് അത് തീരുമാനിക്കുന്നത്. മാനേജ്മെന്റിന് അത് എത്ര പ്രാധാന്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അത് റിജക്ട് ചെയ്തു. അതേസമയം മാനേജ്മെന്റിന് തോന്നാണ് ആ കാൻഡിഡേറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, അവര് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും നല്ല അസറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പക്ഷെ അവർ ആവശ്യപ്പെടുന്ന സജഷൻസ് ചെയ്യാനായിട്ട് കമ്പനി എന്താവാം? തയ്യാറാവാം. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിപ്പോ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട മോഡിഫിക്കേഷൻസിന്റെ സജഷൻസ് ആണ് പറഞ്ഞത്. അതുപോലെ സാലറിയിലും അവർക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ സാലറി ടേംസ് ആൾസോ ആസ്പിരന്റ് may negotiate even after receiving the offer which the company can accept or reject. അതായത് ഈ ഗവൺമെന്റ് ഓഫർ ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഈ സാലറിനെ സംബന്ധിച്ചും ആസ്പിരന്റിന് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറിയെ പറ്റി അതിനെ പറഞ്ഞു അല്ലെ, പ്രതിമാസം ഇത്ര രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ സാലറിയെ സംബന്ധിച്ചും അവർക്ക് എന്ത് നടത്താവുന്നതാണ്? നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയോ once the offer is accepted, they will be required to issue a letter of joining confirming that they join the organization as the offer of appointment. അങ്ങനെ ആ ഒരു ഓഫർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്തു, നേരത്തെ കാര്യമാണ് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓഫർ നമ്മൾ അയച്ചു, അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവർക്ക് അടുത്തതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ലെറ്റർ ഓഫ് ജോയിനിങ് കൺഫേമിംഗ് ദാറ്റ് they joined the organization. ആ ഓർഗനൈസേഷനിൽ അത് ജോയിൻ ചെയ്യുന്നത് അറിയിച്ചുകൊണ്ടുള്ള കൺഫർമേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ ജോയിനിങ് ഓർഡർ ഷുഡ് ബി അഡ്രസ്ഡ് ടു ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓർ ത്രൂ പ്രോപ്പർ ചാനൽ ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് പെർ ദ ഹോസ്പിറ്റൽ ഡിവൈസ്. നമ്മളൊരു ജോയിനിങ് ഓർഡറിൽ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുന്നത്? ആരെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതും അങ്ങനെ ഒരു പ്രോപ്പർ ചാനൽ ഉള്ളത് ഹോസ്പിറ്റൽ അഡ്വൈസ് ചെയ്യുന്ന പ്രോപ്പർ ചാനലിലൂടെ ഒന്നുകിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയോ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, acceptance of the existing and future terms and conditions of the hospital should also be mentioned in the joining order. ഇനി ഒരു ജോയിനിങ് ഓർഡറിൽ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? acceptance of the existing and future terms and conditions of hospital. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ നിലവിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള
ഫ്യൂച്ചറിലുള്ളതുമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു കൺഫർമേഷൻ ആണ് ജോയിനിങ് ഓർഡർ നമ്മൾ എഴുതേണ്ടത്. അതുപോലെ ഇറ്റ് ഷുഡ് ബി പ്രിഫറബിളി ഇൻ ഇറ്റ്സ് ഓൺ ഹാൻഡ് റൈറ്റിംഗ് ഫോർ മെയിൻറ്റൈനിങ് ഇറ്റ്സ് ഓതന്റിസിറ്റി. However, an official format is furnished for ready reference. അപ്പോ പൊതുവെ നമ്മളൊരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്ന് വെച്ചാണെങ്കിൽ ഒരു ഓതന്റിസിറ്റി, അതിന്റെ ഒരു ആധികാരികത, ജെനുവിനിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു സമ്മതം തരുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അവരുടെ തന്നെ സ്വന്തം ഹാൻഡ് റിട്ടൺ. പക്ഷെ ഇവര് പറയുന്നത് എങ്കിലും അതിനും ഒരു ഫോർമാറ്റ്, അതായത് ജോയിനിങ് ഓർഡറിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. ജോയിനിങ് ഓർഡർ നമ്മൾ കാണുന്നത് ജോയിനിങ് ഓർഡറിന്റെ ഒരു മോഡലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജോയിനിങ് ഓർഡർ വരെ ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഒരു ജോയിനിങ് ഓർഡറിന്റെ മോഡൽ നമുക്ക് നോക്കാം കേട്ടോ. ജോയിനിങ് ഓർഡർ ടു ദ ചെയർമാൻ. കണ്ടോ, അഡ്രസ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? ചെയർമാൻ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ദ ചെയർമാൻ AVI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എറണാകുളം കേരള ത്രൂ ദ ജനറൽ മാനേജർ ഹ്യൂമൻ റിസോഴ്സസ്. ആരുടെയാണ് നമ്മളത് സബ്മിറ്റ് ചെയ്തത്? ത്രൂ ജനറൽ മാനേജർ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിലൂടെയാണ് അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആരെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? ഇതിനകത്ത് ചെയർമാൻ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. In token of acceptance of offer of appointment number കൊടുത്തിട്ടുണ്ട്. Dated on 4th April 2022 and related appointment letter number dated 20th April 2022. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ? ഒരു കാര്യം നമ്മള് വിട്ടുപോയല്ലോ പറയാനായിട്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അതായത് പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അറിയിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സെന്റൻസ് വിട്ടുപോയി. നോക്കിയേ, the date and time of joining along with the designation is also mandatory. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വിട്ടുപോയല്ലോ, എന്തെങ്കിലും നിങ്ങൾ പറയാതിരുന്നേ, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ജോയിനിങ് ഓർഡറിനകത്ത് ഈ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Date and time of joining along with the designation is also mandatory. ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ആരും പറഞ്ഞില്ലല്ലോ വിട്ടുപോയ കാര്യം. പറ്റി പറയണ്ടേ? വിട്ടുപോയ മിസ്സേ അവിടെ വായിച്ചില്ല എന്ന് പറയണ്ടേ? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? കാര്യം നിങ്ങളോട് ചോദിക്കാം, ഒരു ജോയിനിങ് ഓർഡറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം അത് വന്നു കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ഡേറ്റ്, പിന്നെ ടൈം ഓഫ് ജോയിനിങ് കേട്ടോ, ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, ടൈം, along with the designation. Designation അവരുടെ പോസ്റ്റ്, ഏത് പോസ്റ്റിലോട്ടാണ് നമ്മൾ അവരെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ജോയിനിങ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. അതിന് ചോദ്യത്തിന് ഉള്ളൊരു കാര്യമായിരുന്നു കേട്ടോ, ഓർത്ത് വെക്കാം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ജോയിനിങ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഒന്ന് ടൈം ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് ജോയിനിങ്, ദെൻ ഡെസിഗ്നേഷൻ, ഏത് പോസ്റ്റ് ആണ്, ഏത് ഡെസിഗ്നേഷനിലോട്ടാണ് അവരെ നിയമിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, ജോയിനിങ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഡേറ്റിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാനത് ഓർത്തത് കേട്ടോ. അപ്പൊ നോക്കിയേ, അത് പ്രകാരമാണ് ഇവിടെ ജോയിനിങ് ഓർഡർ നിർബന്ധിക്കുന്നത്. ഇൻ ടോക്കൺ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കണ്ടോ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 4th April 2022 and related appointment letter number dated 20th April 2022. കണ്ടോ, ആ ഒരു ഡേറ്റ് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. I address Krishna Bhavan Perumbiram district to hereby join your organization as a public relation officer with effect from 20th April 2022. കണ്ടോ, ആ പോസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ,
ഇതായിരുന്നു PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ ജോയിനിങ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 20th April 2022. Okay. I have carefully gone through the rules and regulations of the organization, and I assure that I shall abide by existing and future rules and regulations of the organization. I also confirm that I shall keep the confidentiality of the official matters and shall discharge my duties to the entire satisfaction of my superiors. എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ശ്രദ്ധയോടെ വായിക്കുകയും ഞാൻ അത് പാലിക്കാനായിട്ട് തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ മാറ്റേഴ്സുകളെല്ലാം ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുകയും എന്റെ സുപ്പീരിയേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുമതലകൾ നിർവഹിക്കുന്നതാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജോയിനിങ് ഓർഡർ ആണ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ഓർത്ത് വയ്ക്കാൻ ജോയിനിങ് ഓർഡറിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കും, ടൈം ഓഫ് ജോയിനിങ് ഉണ്ടായിരിക്കും, പ്ലസ് ഡെസിഗ്നേഷൻ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയല്ലോ? അയച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്തതാണ് ജോയിനിങ് ഫോർമാലിറ്റീസ്. ജോയിനിങ് ഫോർമാലിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ എവിടെയോ പറഞ്ഞു പോയി. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞു ജോയിനിങ് ഫോർമാലിറ്റീസ് ദാറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ജോബ്. അല്ലെ, നമ്മളൊരു ജോലി ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെ ചെയ്തിരിക്കണം ജോയിനിങ് ഫോർമാലിറ്റീസ് അവിടെ നിർബന്ധമായിട്ടും ഫിനിഷ് ചെയ്തിരിക്കണം. ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ആ പോസ്റ്റിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? അവരുടെ സർട്ടിഫിക്കറ്റും മറ്റും വെരിഫൈ ചെയ്യണം അല്ലെ. അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജോയിനിങ് ഫോർമാലിറ്റീസ് നോക്കാം. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? ജോയിനിങ് ഫോർമാലിറ്റീസ് ഇസ് ആൾസോ നോൺ ആസ്, മറ്റൊരു പേരും കൂടെ പറയും. എന്താണ്? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. നോക്കാം. പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. വൺസ് ദ ജോയിനിങ് ഓർഡർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ആസ്പിരന്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്നു. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് നമുക്ക് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു. ഈ ജോയിനിങ് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? Issuance of appointment order may be extended for a further period of 1 week to 1 month based on the completion of all the other joining formalities. അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയൊരു പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആണ്. അവരുടെ സർട്ടിഫിക്കേഷനും മറ്റും വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ജോയിനിങ് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാം. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉടനടി കൊടുക്കുമോ? ഉടനടി കൊടുക്കില്ല. ചിലപ്പോൾ അതൊരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അത് നീട്ടിവെക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നീട്ടിവെക്കുന്നത്? ടു കംപ്ലീറ്റ് ദ ജോയിനിങ് ഫോർമാലിറ്റി. മനസ്സിലായല്ലോ? ജോയിനിങ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ എന്ത് ചെയ്യും? നീട്ടിവെക്കും. കാര്യം ആ ഒരു സമയത്ത് ആ ഒരു കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്? ജോയിനിങ് ഫോർമാലിറ്റീസ് അതിനവിടെ നോക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ വായിക്കാം. ഇഷ്യൂവൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓർഡർ മേ ബി എക്സ്റ്റെൻഡഡ് ഫോർ എ ഫർദർ പീരിയഡ് ഓഫ് 1 week to 1 month based on the completion of all the other joining formalities. മറ്റുള്ള എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ടാണ് ജോയിനിങ് ഓർഡർ അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോ ഇറ്റ് ഈസ് അതർവൈസ് ടേംഡ് ആസ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ജോയിനിങ് ഫോർമാലിറ്റീസ് ഇസ് ആൾസോ ടേംഡ് ആസ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ഇനിയോ വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്.
verification of testimonials, verification of last drawn salary from pre-employment, medical checkup, previous employer verification, personal verification. ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ജോയിനിങ് ഫോർമാലിറ്റീസിനകത്ത് വരുന്നത്. അപ്പൊ ജോയിനിങ് ഫോർമാലിറ്റീസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്, അല്ലെ? അവരുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നു. രണ്ടെന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിമോണിയൽസ്, സാക്ഷ്യപത്രങ്ങൾ, ചിലപ്പോൾ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ വെരിഫിക്കേഷൻസ്. പിന്നെന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി, അവർ അവസാനമായിട്ട് അവർ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ നിന്നും അവർ വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് സാലറി, ഇതിന്റെ വെരിഫിക്കേഷൻ നടത്തും. പിന്നെ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ചെക്കപ്പ് കേട്ടോ, എംപ്ലോയ്മെന്റിന് മുമ്പായിട്ട് നടത്തുന്ന മെഡിക്കൽ ചെക്കപ്പുകള്. പിന്നെ പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ, അതായത് അവര് മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ എംപ്ലോയറിൽ നിന്നും എന്ത് ചെയ്യും? അവര് വിവരങ്ങൾ ചോദിക്കും. ഈ പറയുന്ന കാൻഡിഡേറ്റിനെ പറ്റിയിട്ട് എംപ്ലോയറിൽ നിന്നും അവർ എന്ത് നടത്തുന്നുണ്ട്? ആ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതാണ് പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ. പ്ലസ് എന്താണ്? പേഴ്സണൽ വെരിഫിക്കേഷൻ. മറ്റൊന്ന് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ജോയിനിങ് ഫോർമാലിറ്റീസില് അല്ലെങ്കിൽ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷനില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ പോയിന്റ് കേട്ടോ. വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിമോണിയൽസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ലാസ്റ്റ് ഡ്രോൺ സാലറി, പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ചെക്കപ്പ്, പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷൻ, പേഴ്സണൽ വെരിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ജോയിനിങ് ഫോർമാലിറ്റീസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം ഇൻഡക്ഷൻ പ്രോഗ്രാം, സെക്ഷൻ വൈസ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസിംഗ് a new employee into the organization, അല്ലെ? അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഒരു പുതിയൊരു എംപ്ലോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസിംഗ് a new employee into the organization കേട്ടോ. ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു പുതിയ എംപ്ലോയിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ ജോയിനിങ് ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം? ജോലി ജോയിൻ ചെയ്യിക്കുക, അല്ലെ? അവരെ ഇൻട്രൊഡ്യൂസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ അത്രയും കഴിഞ്ഞു. ഇനി എന്ത് കൊടുക്കാം? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാം. വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ചിലപ്പോ 1 വീക്കോ 1 മന്തോ അത്രയും സമയം എടുക്കുമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാം, അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓർഡർ അഥവാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നും പറയാം. രണ്ടും സെയിം ആണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ അഥവാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു സ്പെസിമെൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പറയുന്ന എല്ലാ ക്ലോസുകളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ ഒരു 19 ക്ലോസുകൾ പഠിച്ചില്ലേ? സെയിം ക്ലോസുകൾ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്തും ഉൾപ്പെടുത്തുന്നത്. അതായത് വീണ്ടും വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഞാൻ വായിച്ചു പോകുള്ളൂ കേട്ടോ. കാരണം സെയിം ക്ലോസുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സെയിം കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞതാണ് കേട്ടോ. സെയിം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അഥവാ അപ്പോയിന്റ്മെന്റ് ഓർഡർ കേട്ടോ. നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സബ്ജക്ട് കൺഫേംഡ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഫോർ ദ മോസ്റ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ, റെഫറൻസ് ഡേറ്റഡ് ഡിയർ മിസ്റ്റർ മിസ്റ്റർ ദിലീപ്കുമാർ. ഓർഡർ കൊടുക്കുകയാണ് നമ്മൾ, അല്ലെ? Good day, subsequent to your acceptance of our offer, we have the pleasure to appoint you in our esteemed hospital on the following terms and conditions. We wholeheartedly welcome you to be a part of the James family. കണ്ടോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇതുപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സെയിം ക്ലോസസ് തന്നെയാണ് കേട്ടോ. അപ്പൊ വെറുതെ വായിച്ചു പോയാൽ പോരെ? വീണ്ടും പറയണോ? പറയുന്നല്ലോ. പറയുന്നെന്നാണോ പറയുന്നെന്നാണോ? പറയണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിക്കാം കേട്ടോ. നിങ്ങൾ വായിക്കുക, നിങ്ങൾ കൂടെ വായിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വായിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കൂടെ പറയാം. ഓക്കെ. Appointment will be effective from the date of joining our organization. You will have to submit joining order as set in terms and condition of employment on the date of joining. Okay. You will be initially designated as Dash in the department of Dash and shall be reporting to the chairman to head of the department. You will be paid a consolidated salary of rupees Dash per month
You are eligible for actual conveyance in third for the official purposes. An annual increment of tax percentage that will be considered subject to the satisfaction of the management. For extraordinary performance, multiple increments will be considered by the management. You will be on probation for a period of 6 months from the date of joining. On completion of 6 months, your performance will be evaluated as per the HR policy and your services will be confirmed as per the decision of the management. If your performance is not up to the designated mark and foresee that you improve, your probation period will be extended for a further period of 6 months. If your performance is found substandard during the extended period also, you will be intimated in writing and your services will be terminated. Your designation will be subject to changing due course of time as per the company's requirement and subsequent promotion based on your performance. ഇത്രയും ക്ലോസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, പക്ഷെ ഇതിന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണോ കേട്ടോ. അടുത്തത് duties will be as per the job description. Any other additional duties as deemed necessary will be assigned to you from the time to time by management to the head of the department. During the tenure of your employment with us, you shall devote your full attention to the organization and shall not either work full-time or part-time, okay, for any other organization. This is the right word. If deemed necessary, you will be liable to be transferred to any other department or branch office anywhere in India. And you will have to abide by existing rules and regulation of organization and future amendments. If you wish to leave services, you will have to submit a letter of resignation with a notice period of 1 month. Okay, you will have to hand over official belongings, duties and responsibilities to a person designated by the management. You have to obtain a non-due certificate from each department, countersigned by the HR department. Once the HR releases the notice, your accounts will be settled from the department. The company can discontinue your services by giving 1 month notice of salary in lieu of notice without assigning any reason. All official information passed on to you for the successful execution of duties and duties kept strictly confidential and shall not disclose the same or the auditor to any individual concerned, which will be treated as a breach of employment, and your services will be terminated with immediate effect without any compensation or notice period whatsoever. Okay. Dress code, behavior code, and moral ethics to be maintained, and a congenial atmosphere to be created among the staff and public. Employees should not demand or accept any kind of gifts in cash or any kind from any client or customer, which will be treated seriously, and immediate termination and other proceedings will follow. Insubordination with the superiors or reporting authority and ranking of efforts will not be allowed under any circumstances and shall be treated as per rules and regulations. Disemployment by a state job security for talented and committed employees. All disputes subject to jurisdiction and copy of this appointment order will please be signed and returned to us in token of your consent. ഇതിൽ നമ്മൾ ലാസ്റ്റ് ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ അവരുടെ സൈൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ജോയിനിങ് മീൻസ് അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫറിലും അപ്പോയിന്റ്മെന്റ് ഓർഡറിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ഇനി നമുക്ക് അങ്ങനെ ജോലിക്ക് കയറുന്നു, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു, ആള് ജോലിക്ക് കയറി എന്ന് വിചാരിക്കുക. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? പ്രൊബേഷൻ പീരീഡ് ആണ് അല്ലെ? ഓക്കെ, അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. പ്രൊബേഷൻ പീരീഡ് അതായത് ട്രെയിനിങ് പീരീഡ് ആണ് കേട്ടോ. The probation period indicates that the staff joining as per the appointment order will be initially closely monitored by the management for evaluating the possibility of confirming their appointment. Underline ചെയ്യണം. എന്താണ് പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രെയിനിങ് പീരീഡ് ആണ്. ഉടനെ തന്നെ ജോലിയിലേക്ക് കയറ്റുന്നില്ല. ആദ്യം ആ ജോലി സംബന്ധമായിട്ട് അവർക്ക് ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ചും വ്യത്യാസമുണ്ട്. ചിലർക്ക് 3 മാസമാവാം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ പ്രൊബേഷണറി പീരീഡിലുള്ള ജോലികളൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ അനുസരിച്ച് ജോയിൻ ചെയ്ത സ്റ്റാഫിനെ മാനേജ്മെന്റ് ഈ ഒരു പീരീഡില് ക്ലോസ്ലി മോണിറ്റർ ചെയ്യും അല്ലെ? അതെ, ക്ലോസ്ലി അവരെ മോണിറ്റർ ചെയ്യുകയും
അതുപോലെ അവരുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പ്രൊബേഷൻ പീരീഡ് അല്ലെ. ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ വളരെ ക്രൂഷ്യൽ പീരീഡ് ആണ് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച്. കാര്യം എന്താണ്, ആ ഒരു പീരീഡിൽ അവർ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ അത് അവരുടെ അപ്പോയിന്റ്മെന്റിന്റെ കൺഫർമേഷനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് മാനേജ്മെന്റ് അവർ വളരെ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യും. അതുപോലെ ആ ഒരു അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അത് മാനേജ്മെന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. Clause number 5 of the appointment order indicates that you will be on probation for a period of 6 months from the date of joining. ആ ക്ലോസ്, അഞ്ചാമത്തെ ക്ലോസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അഞ്ചാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് തൊട്ട് 6 മാസത്തെ കാലയളവിലേക്ക് നിങ്ങൾ പ്രൊബേഷണറി പീരീഡിലായിരിക്കും എന്ന് പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് 6 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സർവീസ് അവിടെ കൺഫേം ചെയ്യുമെന്ന് കൃത്യമായിട്ട് ആ ക്ലോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. 2 ഭാഗങ്ങളും കൂടി ഉള്ളൂ കേട്ടോ. ഒരു പാരഗ്രാഫ് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൊഡ്യൂള് 6 ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. 6 മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര വലിയൊരു ചാപ്റ്റർ ആണ്, കുറെ സമയം എടുക്കും. ഓക്കെ, ആ ഒരു ചാപ്റ്റർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂള് 6 വലിയ ചാപ്റ്റർ ആണ്. സോ മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് 6th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 6ാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ആ ചാപ്റ്റർ ആയിരിക്കും അടുത്ത ദിവസം എടുക്കുക. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റി കുറച്ച് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അതേ തന്നെ നല്ലോണം ബോറടിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ അതിനേക്കാളും വലിയ ബോറടിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. PG4 നിങ്ങളുടെ ക്ലാസ്സില് മൺഡേ മിലു മിസ്സിന് ക്ലാസ് ഉണ്ടോ? മിലു മിസ്സിന് ക്ലാസ് ഉണ്ടോ PG-ല്? നിങ്ങളുടെ ക്ലാസ്സില് മൺഡേ ക്ലാസ് ഉണ്ടോ? മിലു മിസ്സിന്റെ അവർ വരുന്നുണ്ടോ? ഉണ്ട്. മിലു മിസ് ചിലപ്പോൾ ലീവായിരിക്കും കേട്ടോ. മിസ്സിന്റെ മദറിലോ മരിച്ചു, അപ്പൊ ലീവാണ് കേട്ടോ. മിക്കവാറും മൺഡേ ലീവായിരിക്കും.